ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു സോൾവ് ആൻഡ് സൊല്യൂഷൻസ് ഇൻ മാത്സ്. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ലീനിയർ ഇക്വേഷൻസിനെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ തന്നു കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യുക, ഗ്രാഫിക്കലി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളത് കണ്ടുപിടിച്ചിരുന്നു. അതുപോലെ തന്നെ വേർഡ് പ്രോബ്ലം ആയി തന്നാൽ എങ്ങനെ നമ്മുടെ ഇക്വേഷനിലേക്ക് എത്തുമെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊരു മെത്തേഡാണ്. എക്സ് ആൻഡ് വൈ വേരിയബിൾസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ വേരിയബിൾസിനെ സോൾവ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇതിൽ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 14 ആൻഡ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്ന് പറയുന്ന 2 പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 സ്റ്റെപ്പില് ആകെ 3 സ്റ്റെപ്പാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളൂ, 2 എക്സ് ആൻഡ് വൈ വേരിയബിൾസിന് സോൾവ് ചെയ്യാനായിട്ടുള്ളൂ. 3 സ്റ്റെപ്പോടുകൂടി നമുക്ക് പ്രോബ്ലം അവസാനിപ്പിക്കാൻ പറ്റും. എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. 2 ഇക്വേഷൻസിന് പേരിട്ട് കൊടുക്കാം നമുക്ക്. ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും പേരിട്ട് കൊടുക്കാം. ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ. രണ്ടാമത് 3 സ്റ്റെപ്പാണ് ഇനി ഇതിലുള്ളത്. നെയിമിംഗ് ഒഴികെ 3 സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 1. എന്താണ് സ്റ്റെപ്പ് നമ്പർ 1 എന്ന് വെച്ചാൽ, ഇതിൽ ഏത് ഇക്വേഷൻ ആണോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആയി നിങ്ങൾക്ക് തോന്നുന്നത്, ഏത് ഇക്വേഷൻ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണെന്ന് തോന്നുന്നത് അതിനെ കൺസിഡർ ചെയ്യാം. ഇവിടെ ഏത് ഇക്വേഷൻ ആണ് സിമ്പിൾ ഇക്വേഷൻ ആയിട്ട് തോന്നുന്നത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 40. 2 സിമ്പിൾ ആണ്. എന്നിരുന്നാൽ പോലും കുറച്ചും കൂടി എമൗണ്ട് കുറവായിട്ട് തോന്നുന്നത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 ആണ് അല്ലെ. കാരണം 14 ആണ് മറ്റേത്, ഇത് 4 ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇക്വേഷനെ തന്നെ അങ്ങനെ തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ കൺസിഡർ ചെയ്യാനായിട്ട്. 2 ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ ഇക്വേഷന്റെ കോയിഫിഷ്യന്റുകളെ ചെക്ക് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള കോയിഫിഷ്യന്റ് ഏതാണ് അതിനെ നോക്കിയെടുക്കുക. കോയിഫിഷ്യന്റ് എന്താ? എക്സ് ആൻഡ് വൈ വേരിയബിൾസിന്റെ തൊട്ട് മുന്നിലുള്ള നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ്. ഓക്കെ. ഇനി അപ്പൊ ഇതില് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. ഇതിൽ നിന്നും ഒന്നുകിൽ എക്സ് അല്ലെങ്കിൽ വൈ, ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? ഏതിനാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ സൈഡിൽ തന്നെ നിർത്തിയിട്ട് അപ്പുറത്തോട്ട് ബാക്കിയുള്ള ടേംസിന് കൊണ്ടുപോകാം. ഇതിലിപ്പോ ഒരു ടേം മാത്രമേ നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ളൂ. 4 ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. മൈനസ് വൈയെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? പ്ലസ് വൈ. ഇങ്ങനെ നമുക്ക് സിമ്പിളായി തോന്നിയ ഇക്വേഷനിൽ നിന്നും എക്സിനെയോ വൈനെയോ കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പൊ വൈനെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാ വൈനെ കണ്ടുപിടിക്കാം? എക്സ് പ്ലസ് ഇവിടെ 4 ഉള്ളത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ -4 എന്നിട്ട് എന്ത് ചെയ്യാം, വൈ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വൈ ഈക്വൽ ടു നമുക്ക് കിട്ടും. കിട്ടില്ലേ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന പ്രശ്നമൊന്നും വേണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സിനെ കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു 4 പ്ലസ് വൈ. എന്നിട്ട് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഒരു കണ്ടുപിടിച്ച വാല്യൂവിന് നമ്മൾ മറ്റൊരു പേര് കൊടുക്കുക, ഇക്വേഷൻ നമ്പർ 3. ക്ലിയർ ആണല്ലോ? ഇത്രയും ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പിനൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. സ്റ്റെപ്പ് നമ്പർ 2 എഴുതിയാലും പ്രശ്നമില്ല. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മളൊരു വാല്യൂവിനെ കണ്ടുപിടിച്ചിട്ടില്ലേ, ആ കണ്ടുപിടിച്ച വാല്യൂവിനെ ഏത് ഇക്വേഷൻ ആണോ നമ്മൾ കൺസിഡർ ചെയ്യാത്തത് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഇപ്പൊ നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചത് 2ാമത്തെ ഇക്വേഷനിൽ നിന്നാണ്. അപ്പൊ ഈ ഒരു വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. എങ്ങനെ കൊടുക്കാം? അപ്പൊ അത് നമ്മൾ എഴുതി കൊടുക്കണം. ഇന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് എഴുതി കൊടുക്കണം. എങ്ങനെയാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 3 ഇൻ ഇക്വേഷൻ നമ്പർ 1. അതിനാണ് നമ്മൾ പേരിട്ട് കൊടുത്തത്. നീട്ടി വലിച്ച് എഴുതുന്നതിന് പകരം എളുപ്പത്തിനാണ് ഇക്വേഷൻ നമ്പർ 3 എന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് ഇക്വേഷൻ നമ്പർ 3ൽ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്സ് ഇതല്ലേ ഇക്വേഷൻ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ 4 പ്ലസ് വൈ എന്ന് കണ്ടത്. അപ്പൊ എക്സിന് പകരം ഞാൻ എന്ത് ചെയ്തു, 4 പ്ലസ് വൈ എന്നുള്ളത് ഇട്ട് കൊടുത്തു. പ്ലസ് വൈ ഈക്വൽ ടു എത്രയാണ്? 14. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്താ വരിക? 4 പ്ലസ് വൈ ഈക്വൽ ടു 14 അല്ലേ. ദെൻ
4 plus y plus y എന്ത് വരും? 2y equal to 14. 2y equal to 14 minus 4. Then y is equal to 14 minus 4 എന്ന് പറഞ്ഞാൽ 10 divided by 2. അല്ലെ? 10 divided by 2 that is equal to 5. ഇപ്പൊ എന്ത് കിട്ടി നമുക്ക്? y യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 2. ദെൻ ഇനിയുള്ളത് സ്റ്റെപ്പ് നമ്പർ 3 ആണ്. ഇത്രയേ ഉള്ളൂ. സ്റ്റെപ്പ് നമ്പർ 3 കൂടി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു. എന്താണ് സ്റ്റെപ്പ് നമ്പർ 3യിൽ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് കിട്ടിയ വൈയുടെ വാല്യൂ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ഇക്വേഷൻ നമ്പർ 3ന് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 3ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ വൈയുടെ ടൈംസിൽ ഇവിടെ ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത്? വൈയുടെ വാല്യൂ. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നമുക്കിത് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പുട്ട് വാല്യൂ ഓഫ് y എന്ന് പറഞ്ഞിട്ട് കൊടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നമുക്ക് പുട്ട് വാല്യൂ ഓഫ് y in ഇക്വേഷൻ നമ്പർ 3 അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഓഫ് y in ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതിയാലും മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വാല്യൂ ഓഫ് y എത്രയാണ്? 5. ഇത് കൊണ്ടു കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 3 എന്താ? x ഈക്വൽ ടു 4 പ്ലസ് y എന്നാണ്. yക്ക് പകരം yയുടെ വാല്യൂ ആയിട്ടുള്ള 5 കൊടുക്കുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു x ഈക്വൽ ടു എന്ത് കിട്ടി? 9. എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ കിട്ടിയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആണ്. ഇനി കുറച്ച് വാല്യൂസ് കുറച്ചും കൂടി ടഫായി തരുമ്പോൾ കുറച്ചുകൂടി വലിയ വാല്യൂസ് അല്ലെങ്കിൽ പോയിന്റ് ഡെസിമൽ വാല്യൂസ്, ഫ്രാക്ഷൻ വാല്യൂസ്, എല്ലാം റൂട്ട് വാല്യൂസ് ഒക്കെ ഇതിൽ തരും. അങ്ങനെയൊക്കെ ആയാലും സെയിം മെത്തേഡാണ്, സെയിം സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും ആൻസർ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു എക്സസൈസിൽ തന്നെ 6 ക്വസ്റ്റ്യനോളം തന്നിട്ടുണ്ട്. എല്ലാം ഞാൻ വർക്ക് ചെയ്ത് കാണിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും റൂട്ട് ഉള്ളത് അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ ചെയ്ത് കാണിക്കാം. ബാക്കി നിങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഇവിടെ നമ്മൾ എക്സസൈസ് 3.3ല് സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാണ്. s മൈനസ് ടി ഈക്വൽ ടു 3, s/3 പ്ലസ് t/2 ഈക്വൽ ടു 6. ഇവിടെ 2 വ്യത്യാസങ്ങളുണ്ട്. എന്താണ്? ഒന്ന്, നമ്മൾ കോമൺ ആയിട്ട് കാണാറുള്ള ലീനിയർ പെയർ ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് XY യൂസ് ചെയ്തിട്ടാണ്, XY വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ST ആണ്. പ്രശ്നമില്ലാതല്ല, ഏത് ആൽഫബറ്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കൂ. ഫസ്റ്റ് ഇക്വേഷൻ നോർമൽ നമ്മുടെ സാധാ ഇക്വേഷൻ തന്നെയാണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ ഒരു ഫ്രാക്ഷൻ കടന്നു കൂടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ ഫ്രാക്ഷനെ ഒന്നങ്ങ് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫോമിലേക്ക്, നാച്ചുറൽ നമ്പറിന്റെ ഫോമിലേക്ക് തന്നെ കൊണ്ടുവരാം. എങ്ങനെയാ കൊണ്ടുവരാൻ പറ്റുക? ഈ 2 ടേമിനെ നമ്മൾ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതായത് s/3 പ്ലസ് t/2 എന്നുള്ളതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ആദ്യം s × 2 അല്ലെ. s × 2 എത്രയാ? 2s പ്ലസ് പിന്നെന്താ വരിക? 3 × t. 3 × t വരുമ്പോ 3t ഡിവൈഡഡ് ബൈ 3 × 2 എത്രയാണ്? 6 ഈക്വൽ ടു നമ്മുടെ ഇവിടെയുള്ള 6. ഇങ്ങനെ വന്നു അല്ലെ. എങ്ങനെ എഴുതാം നമുക്ക് ഈ ഒരു ഇക്വേഷനെ? എന്തായി മാറും? 2s പ്ലസ് 3t ഈക്വൽ ടു ഈ ഡിവൈഡഡ് ബൈ 6 ഇങ്ങോട്ട് പോകുമ്പോ ഇൻറ്റു 6 ആവുന്നു. അപ്പൊ 6 × 6 എത്ര വരും? 36. ഈ ഇക്വേഷൻ പഴയ ഈ ഒരു ഫോം ആയില്ലേ? ST എന്നുള്ള ഫോമായി, കോഎഫിഷ്യന്റും വന്നു. ദെൻ ഈ ഇക്വേഷൻ ഞാൻ നമ്പർ 3 ആക്കി കൊടുക്കുന്നു. ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഇല്ല. ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും ആണ് നമ്മുടെ ലീനിയർ പെയർ ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമ്മൾ സാധാ ചെയ്ത പോലെ തന്നെ ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് തേർഡ് ഇക്വേഷൻ നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഇക്വേഷൻ എന്താ? നമ്മുടെ സ്റ്റെപ്പ് 1 അല്ലേ. സ്റ്റെപ്പ് 1ൽ നമ്മൾ എന്താ പറഞ്ഞേ? സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ എടുത്ത് എഴുതുക. s മൈനസ് ടി ഈക്വൽ ടു 3. ഇതിൽ നിന്നും എസിനെ കണ്ടുപിടിക്കാം നമുക്ക് അല്ലെ. അപ്പൊ എന്ത് വരും? 3 മൈനസ് ടി പുറത്തേക്ക് പോകുമ്പോ പ്ലസ് ടി ആയി മാറി. ഇതിനെ നമ്മൾ എന്താ ചെയ്തു? ഒരു ഇക്വേഷൻ നമ്പർ 4 ഒന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ സ്റ്റെപ്പ് 2 എന്താണ്? നമ്മുടെ സ്റ്റെപ്പ് 2? എന്താ ചെയ്യണത്? നമ്മള് ഈ ഒരു വാല്യൂനെ, എസിന്റെ വാല്യൂ നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുള്ള എസിന്റെ വാല്യൂനെ നമ്മൾ എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും? നമ്മുടെ തേർഡ് ഇക്വേഷനിൽ. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ തേർഡ് ഇക്വേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അത് എഴുതണ്ടേ? എഴുതണം. സബ്സ്റ്റിറ്റ്യൂട്ട്
എന്തെഴുതിയാൽ മതി? ഇക്വേഷൻ നമ്പർ 4 ഇൻ ഇക്വേഷൻ നമ്പർ 3. ഇതിനാണ് നമ്മൾ നെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിച്ചെഴുതാം. ഓക്കെ, ദെൻ ഇക്വേഷൻ നമ്പർ 4 എസ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് ടി. അപ്പൊ ഇക്വേഷൻ നമ്പർ 3 എസിന്റെ സ്ഥാനത്ത് നമ്മൾ 3 പ്ലസ് ടി എന്ന് കൊടുക്കണം. ഇക്വേഷൻ നമ്പർ 3 ഇതാട്ടോ, നോക്കിക്കോളൂ. 2 ഇൻറ്റു എസ്, രണ്ട് ടേം ഉണ്ട്, അപ്പൊ നമുക്ക് ബ്രാക്കറ്റ് കൊടുക്കാം. 3 പ്ലസ് ടി, എസിന്റെ സ്ഥാനത്ത് 3 പ്ലസ് ടി കൊടുത്തു, പ്ലസ് 3t ഈക്വൽ ടു 36. ക്ലിയർ അല്ലേ? ഇനി ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ 2 വെച്ചിട്ട് ഓരോ ടേമിനെ ഇൻറ്റു ചെയ്യാം. 2 ഇൻറ്റു 3 6 പ്ലസ് 2 ഇൻറ്റു ടി 2t പ്ലസ് 3t ഈക്വൽ ടു 36. ക്ലിയർ അല്ലേ? ഇനി 2t പ്ലസ് 3t എത്രയാ? 5t ഈക്വൽ ടു 36. ഈ പ്ലസ് 6നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, മൈനസ് 6 ആയി. ഓക്കെ, ദെൻ 5t ഈക്വൽ ടു 30. then t equal to 30 divided by 5, that is equal to എത്ര വാല്യൂ കിട്ടി? 6 എന്ന് നമുക്ക് വാല്യൂ കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റെപ്പ് 2 എന്താ ചെയ്യാറുള്ളത്? ഒരു വേരിയബിളിന്റെ വാല്യൂ നമുക്ക് കിട്ടാറുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ നമ്മുടെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റെപ്പ് 3 ഈ കിട്ടിയിട്ടുള്ള വാല്യൂനെ നമ്മൾ എന്തിൽ കൊടുക്കും? ഫസ്റ്റ് അല്ല, ഫോർത്ത് ഇക്വേഷൻ ആണ് നമ്മൾ എസ് ഈക്വൽ ടു 3 പ്ലസ് ടി കണ്ടിട്ടുള്ളത്, അതിലോട്ട് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ പുട്ട് the value of t in equation number 4. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആൻസർ അവിടെ കിട്ടും അല്ലെ? then s is equal to 3 ആണ്, 3 പ്ലസ് then equation number 4, s equal to 3 പ്ലസ് 4ന്റെ ടിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് വാല്യൂ കൊടുക്കാം? 4 എന്നുള്ള വാല്യൂ കൊടുക്കുക. സോറി 4 അല്ല, 6 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക. then s is equal to എത്ര കിട്ടി? 9. ഇപ്പൊ നമുക്ക് എസിന്റെ വാല്യൂ കിട്ടി, ടിയുടെ വാല്യൂം കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതിലും കഴിഞ്ഞു പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മുടെ രീതിയിലേക്ക് മാറ്റണം. അതായത് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോമിലേക്ക് നമ്മുടെ ലീനിയർ ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതിൽ തന്നെ ഒരു 6th ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. 6th ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 2 ഇക്വേഷനും ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. 2 ഇക്വേഷനും ഫ്രാക്ഷൻ ആയിട്ട് തരുമ്പോൾ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യാം? രണ്ട് ടേമിനെയും 2 ഇക്വേഷനിലെയും ഫ്രാക്ഷൻ ടേമിനെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതായത് നമ്മൾ LCM കാണുക. ഏതാണ് ഇക്വേഷൻ വെച്ചാൽ ക്വസ്റ്റ്യൻ 3x/2 minus 5y/3 equal to -2 and x/3 plus y/2 equal to 13/6. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതുകൂടെ എങ്ങനെ ചെയ്യാം? ഇതുപോലെ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ തന്നെ വേണമെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ വരുന്നത് വെച്ചെങ്കിൽ 3x/2 minus 5/3y ഈക്വൽ ടു -2. ഇതാണ് ഒരു ഇക്വേഷൻ വരുന്നത്. ഇവിടെ ഇതും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇതും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ഇവിടെ കിട്ടുന്ന വാല്യൂവിനെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഇവിടെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ തന്നെ മറ്റൊരു വാല്യൂ കൂടി ഉണ്ട്. x/3, മറ്റൊരു ഇക്വേഷൻ x/3 പ്ലസ് y/2 ഈക്വൽ ടു 13/6. ഇവിടെയും എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ താഴെയും 6 വന്നു, ഇവിടെയും 6 വരും. ആ 6 അങ്ങ് ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പൊ അവിടെയും നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. അതായത് 2x പ്ലസ് 3y ഈക്വൽ ടു 13 എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് എത്തും. അതുപോലെ ഇത് ചെയ്താലും നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതായത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9x മൈനസ് 10y ഈക്വൽ ടു -12 എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കൂടി നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് ഈ 2 ഇക്വേഷനെയും സോൾവ് ചെയ്താണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു എക്സസൈസിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്ന മറ്റൊരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ് കാണുന്നത്. 0.2x plus 0.3y equal to 1.3 and 0.4x plus 0.5y equal to 2.3. ഇവിടെ ഡെസിമൽസ് ആ തന്നിരിക്കുന്നത് അല്ലെ? ഡെസിമൽസ് ആവുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെയും നാച്ചുറൽ നമ്പറിന്റെ രീതിയിലേക്ക് കൊണ്ടുവരാം. നമുക്ക് എങ്ങനെ കൊണ്ടുവരാം നോക്കിയേ. ഇതിന്റെ കോയിഫിഷ്യൻസും അതുപോലെ സിയിൽ തന്നിട്ടുള്ള നമ്പറൊക്കെ നോക്കിയേ. എല്ലാം പോയിന്റിന് ശേഷം ഒരു സ്പേസ് ഉള്ളൂ അല്ലെ? അതായത് ഒക്കെ പോയിന്റ് പ്ലേസ് നോക്കിയേ, എല്ലാത്തിന്റെ നടുവിലാണ് വന്നിരിക്കുന്നത്. അതായത് പോയിന്റ് കഴിഞ്ഞിട്ടോ എല്ലാത്തിനും ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 ഇക്വേഷനെയും നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഇക്വേഷനെ മാത്രമായിട്ട് ചെയ്യല്ല, 2 ഇക്വേഷനെയും നമ്മൾ എന്ത് ചെയ്യാം?
10 വെച്ച് ഇൻറ്റു ചെയ്യാം. എന്താണ് 10 വെച്ച് ഇൻറ്റു ചെയ്താലുള്ള ഗുണം? പോയിന്റ് പോയി കിട്ടും അല്ലെ. 2.5 എന്നുള്ളതിനെ ഇൻറ്റു 10 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി മാറും? 25 ആയി മാറും അല്ലെ. അപ്പൊ അതുപോലെ എല്ലാ ടേമിനെയും ചെയ്യണം. ഓക്കെ, ഒരു ടേമിന് മാത്രമല്ല. അപ്പൊ ഈ ടേം എന്തായി മാറും? 0.2 ഇൻറ്റു 10. ഇതെല്ലാത്തിനെയും ഇൻറ്റു 10 ചെയ്യണം. ഓക്കെ, 0.2 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 2x ആയി മാറും. കാരണം 0.2 എന്ന് എഴുതാണ്ട 2x ആയി മാറും. പ്ലസ് 0.3 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 3y ആയി മാറും. ഈക്വൽ ടു 1.3 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 13 ആയി വരുന്നു. അതുപോലെ തന്നെ 0.4x എന്ന് പറയുമ്പോൾ 4x പ്ലസ് 0.5y എന്ന് പറയുമ്പോൾ 5y ഈക്വൽ ടു 2.3 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 23. ഇപ്പൊ നമുക്ക് എന്തായി? ഇക്വേഷൻ ആയി മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? സാധാ സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ സോൾവ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നത്? ബാക്കി ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിലെ മറ്റൊരു പെയർ ഓഫ് ഇക്വേഷൻ ആണിത്. √2x plus √3y equal to 0, √3x minus √8y equal to 0. ഫസ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ നെയിം ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? നമ്മുടെ സ്റ്റെപ്പ് 3 ചെയ്യാനുള്ളത് ചെയ്തു കൊടുക്കാം. എങ്ങനെ ചെയ്യാം? ഇത് ഞാൻ ഫുള്ളായി ചെയ്ത് കാണിക്കുന്നുണ്ട്. സ്റ്റെപ്പ് 1 എങ്ങനെയാണ് ചെയ്യാ? നമ്മള് ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഏതാന്ന് നോക്കാം. ഏതാ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ? ഫസ്റ്റ് ഇക്വേഷൻ തന്നെയാണ് അല്ലെ. സെക്കൻഡ് ഇക്വേഷനിൽ √8 വരണേ. മറ്റേതാകുമ്പോൾ √2ഉം √3ഉം മാത്രമേ ഫസ്റ്റത്തെ ഇക്വേഷനിൽ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ തന്നെ നോക്കാം. √2x പ്ലസ് √3y ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എക്സിനെ കണ്ടുപിടിക്കാം. ഏതിനെ വേണേലും കണ്ടുപിടിക്കാം. ഇപ്പൊ ഞാൻ എക്സ് ആണ് എടുക്കുന്നത്. എക്സ് ഈക്വൽ ടു എന്ത് വരും? പ്ലസ് √3y പുറത്തോട്ട് പോകുമ്പോ മൈനസ് √3y. ഇവിടെ √2 ഉണ്ട്. ദെൻ എക്സ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് √3y ഡിവൈഡഡ് ബൈ √2. ഇതാണ് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടുന്നത്. ഇതിന് ഞാൻ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 3 എന്നിട്ട് കൊടുത്തു. ഇനി നമുക്ക് സ്റ്റെപ്പ് 2 ചെയ്യാം. സ്റ്റെപ്പ് 2 എന്താണ്? സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂനെ നമ്മള് ഈ വാല്യൂ കണ്ടുപിടിച്ച ഇക്വേഷൻ അല്ല, രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. അപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഓഫ് അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 3 ഇൻ ഇക്വേഷൻ നമ്പർ 2 അങ്ങനെ കൊടുക്കുന്നു അല്ലെ. അങ്ങനെ കൊടുക്കുമ്പോ എങ്ങനെ കിട്ടും? ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എങ്ങനെ കൊടുക്കുക? √3 എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഈ വാല്യൂ കൊടുക്കണം. √3 ഇൻറ്റു മൈനസ് √3y ബൈ √2. ക്ലിയർ അല്ലേ? എക്സിന്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുത്തു. മൈനസ് √8y ഈക്വൽ ടു 0. ക്ലിയർ? ഇനി √3 ഇൻറ്റു √3 എന്താ? √3 ഇൻറ്റു √3 ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് റൂട്ട് ആണെങ്കിൽ അതേ നമ്പർ അല്ലേ 3 വരും. √2 ഇൻറ്റു √2 ആണെങ്കിൽ 2, √5 ഇൻറ്റു √5 ആണെങ്കിൽ 5. ഓക്കെ, ദെൻ √3 ഇൻറ്റു √3 എന്ന് പറയുമ്പോൾ 3. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് കൺസിഡർ ചെയ്യുക. y ബൈ √2 മൈനസ് √8y ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 ഇൻറ്റു മൈനസ് 3y ദാറ്റ് ഇസ് മൈനസ് 3y. നടുക്കുള്ള മൈനസ് ഇടുക. √2 ഇൻറ്റു √8 √2 ഇൻറ്റു √8 നമുക്കിപ്പോ ഇങ്ങനെ തന്നെ എഴുതാം. √8y whole divided by √2 into 1 √2 equal to 0. Clear അല്ലേ? നെക്സ്റ്റ് മൈനസ് 3y മൈനസ് √2 into √8 എന്ന് പറഞ്ഞാൽ എന്താ? √2 into 8. റൂട്ടിന്റെ ഉള്ളിൽ 2ഉം വരും 8ഉം വരും. 2 into 8 എന്ന് പറഞ്ഞാൽ എന്താ? 16 ആണ്. അപ്പൊ √16y ഡിവൈഡഡ് ബൈ √2നെ അപ്പുറത്തോട്ട് ഇൻറ്റു ആക്കി പോകുന്നു. അപ്പൊ 0 into √2. ക്ലിയർ അല്ലേ? ദെൻ മൈനസ് 3y മൈനസ് √16 2y സോറി ഓക്കെ, √2 അങ്ങോട്ട് പോകുന്നു, 0 ആയി മാറി. ഇനി മൈനസ് 3y മൈനസ് √16 എന്താ? 4y ഈക്വൽ ടു 0. 0 into √2 0 ആയി മാറി. Then minus 3y minus 4y equal to minus 7y equal to 0. y equal to എന്ത് വരും? 0 by -7 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ക്ലിയർ അല്ലേ?
ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് നോക്കാം. എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 ഈക്വൽ ടു നമ്മൾ എന്താ സ്റ്റെപ്പ് 3 എഴുതുക? കിട്ടിയിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ് വാല്യൂ ഓഫ് y അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് y ഇൻ ഇക്വേഷൻ നമ്പർ ഏതിൽ കൊടുക്കണു? 3 കൊടുക്കണം. വേണ്ടേ? ഇക്വേഷൻ നമ്പർ 3 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എന്താ കിട്ടുക? ഇക്വേഷൻ നമ്പർ 3 കൊടുത്താല് x ഈക്വൽ ടു -√3 ഇൻറ്റു y എന്താണ്? 0 ആണ്, ഡിവൈഡഡ് ബൈ √2. എല്ലാം എന്തായി മാറും? 0. ദെൻ x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0. ഈ ഒരു എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ 6 ക്വസ്റ്റ്യൻസും നമ്മൾ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി എങ്കിൽ, ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.